നമസ്കാരം. ദില്ലി മദ്യനയ കേസിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് INDA സഖ്യം മാർച്ച് 31 രാജ്യ തലസ്ഥാനത്ത് ഒരു മെഗാ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ദില്ലി മന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ നേതാവുമായ ഗോപാൽ റായ് ആണ് ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. INDA സഖ്യത്തിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഈ മെഗാ റാലിയുടെ ഭാഗമാകുമെന്നുകൂടി അവർ പറയുന്നുണ്ട്. കെജ്രിവാളിന്റെ അറസ്റ്റിൽ ഭരണഘടനയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാ ആളുകൾക്കും വലിയ രോക്ഷമുണ്ട് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. കെജ്രിവാളിന്റെ കാര്യം മാത്രമല്ല, മറിച്ച് എതിർക്കുന്നവരെ ഒന്നൊന്നായി തുടച്ചു നീക്കാനാണ് BJP സർക്കാരിന്റെ ശ്രമം എന്ന വിമർശനം കൂടി ഗോപാൽ റായ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാജ്യത്തെ വിപ്ലവ സമരങ്ങൾക്കൊക്കെയും വേദിയായ രാംലീല മൈതാനത്തിലാകും ഈ മെഗാ റാലി സംഘടിപ്പിക്കുക എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വലിയൊരു രാഷ്ട്രീയ നാടകം തന്നെ നടത്താനാണ് ഈ INDA എന്ന മുന്നണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് മാർച്ച് 31 മെഗാ റാലി വരാനിരിക്കുന്നത്. അതേസമയം BJPയും വലിയ പ്രതിഷേധ പരിപാടികളുമായി രംഗത്തുണ്ട്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ BJPയുടെ പല ഘടകങ്ങളും വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് തുടരുകയും ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ രാജ്യ തലസ്ഥാനം വരും ദിവസങ്ങളിൽ ഒരു പ്രക്ഷോഭ പരമ്പരയ്ക്ക് തന്നെയായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തീർച്ചയായും സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഇതൊരു വലിയ ടാസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയായിരിക്കും. കാരണം ഇത്ര കണ്ട് സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ എല്ലാ റാലികളും പ്രതിഷേധ പരിപാടികളും സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഉറപ്പുവരുത്തേണ്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തന്നെ വലിയ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ BJPയും അതിനോടൊപ്പം INDA സഖ്യവുമൊക്കെ ഒന്നിച്ച പ്രതിഷേധ പരിപാടികൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ തലവേദന കൂടുന്നത് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.